Hi guys, welcome back to Harrow's Carnival. ഇവിടെ ഡാൻറ്റീസ് യോജനും പൊരഞ്ഞാടി തന്നെ നടക്കുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ചിരിയോടി നമ്മുടെ സൂര്യോനും ലോകനും നിൽക്കാണ്. ഡോങ്കിലും മിസസ് ക്യാങ്ങും ലോകനും സൂര്യോനും ഹായും ഇവരെ ചേർന്നാണ് ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തത്. സ്യോജന അയച്ച ആ ഒരു ആശംസകളുള്ള ആ ഒരു വീഡിയോ കോപ്പി ചെയ്ത് ഡോങ്കില് ലോകന് കയ്യിൽ കൊടുക്കുന്നു. അവനാണെങ്കിൽ എഡിറ്റ് ചെയ്ത് അവൻ്റെ ആ ഒരു ആക്സിഡന്റ് സീനും അതിനകത്ത് കയറ്റുന്നു. ഈ ഒരു പെൻഡ്രൈവ് ഡോങ്കില് കൊണ്ടുവന്നിട്ട് സെക്രട്ടറിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പെൻഡ്രൈവായിട്ട് മാറ്റി വെക്കുന്നു. അങ്ങനെ ആ ഒരു വീഡിയോ പ്ലേ ആവാണ്. അതുപോലെ ഡാൻറ്റി അയച്ചു എന്ന് പറഞ്ഞ് സ്യോജൻ തുറന്ന ആ ഒരു പെയിന്റിംഗ് ഉണ്ടല്ലോ, ഇത് കൊണ്ടുവന്നത് നമ്മുടെ ഹായ് ആയിരുന്നു. സൂര്യൻ പറയാണ് ഇനി അടുത്തത് പ്ലാൻ ബി ആണ്. ഇവിടെ സ്യോജൻ പറയുന്നുണ്ട്, നിനക്കെതിരെ ഞാൻ ഡൈവോഴ്സ് ഫയൽ ചെയ്യാൻ പോണ്, എന്റെ ഷോങ്ങ ഗ്രൂപ്പ് നീ എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് പൊരിഞ്ഞാടി നടക്കാണ്. ഈ ഒരു സമയം ഇവരുടെ സെക്രട്ടറിമാർ വന്ന് ഇവരെ പിടിച്ചു മാറ്റാണ്. ഡാൻറ്റിയുടെ സെക്രട്ടറി ഒരു കാര്യം ഇവരെ അറിയിക്കാണ്, നമ്മുടെ മിസ്റ്റർ ബീക്ക് ജെയിംസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത് കേട്ട് ഇവരാകെ ഷോക്കായിട്ട് നിൽക്കാണ്. എത്രയും പെട്ടെന്ന് മിസ്റ്റർ ബേക്കിനെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ആപത്താണല്ലോ. ഇപ്പൊ ഹൂൻ റോനെ കാണാൻ വന്നേക്കാണ്. ഇവളെയും കൂട്ടി സൂര്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. സൂര്യൻ ഇവളോട് യൂൻഹയുടെ മരണത്തെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. സ്യോജനാണ് അവളുടെ അമ്മയെ കൊന്നത് എന്നൊരു വാർത്ത ഇവളെ അറിയിക്കുകയാണ്. ഹായ് ആണെങ്കിൽ മിസ്റ്റർ ബേക്കായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ മിസ്റ്റർ ബേക്ക് ഇവരുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഡാൻറ്റിക്കും സ്യോജനെതിരെയുള്ള തെളിവുകൾ ഇവന്റെ കയ്യിലുണ്ടെന്ന് ഇവൻ പറഞ്ഞായിരുന്നു. അപ്പൊ അത് വേഗം തന്നെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരൂ. മിസ്റ്റർ ബേക്കിനെ അത്ര വിശ്വാസമില്ലാത്തത് തന്നെ ഇവരുടെ ദേഹത്ത് ഒരു ചിപ്പ് ഇവർ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ വെട്ടിച്ച് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാന്ന് നീ വിചാരിക്കണ്ട, ഞങ്ങളെ അനുസരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ പോവാൻ പോകുന്ന ഇനി മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കത്തില്ല, മരണത്തിലേക്കായിരിക്കും. ഇവിടെ സ്യോജൻ ആകെ ടെൻഷനോടെ അവളുടെ വീട്ടിലിങ്ങനെ നടക്കുന്ന സമയം പെട്ടെന്ന് അവിടെ കറണ്ട് പോവാണ് കേട്ടോ. അവളുടെ അടുത്ത് ലൈറ്റ് തെളിയാണ്, പാട്ടൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അവൾ നോക്കുന്ന സമയം നമ്മുടെ മിസ്റ്റർ ബേക്കാണ്. സ്യോജനാണെങ്കിൽ ഇവനോട് ഷൗട്ട് ചെയ്യാണ്. മിസ്റ്റർ ബേക്ക് അവളോട് ദേഷ്യപ്പെടാണ്, ഇവളായിരുന്നല്ലോ ഇവനെ ചതിച്ചത്. അപ്പൊ ഈ ഒരു വീട്ടിൽ തന്നെ സ്യോജനെതിരുള്ള ആ ഒരു തെളിവ് മിസ്റ്റർ ബേക്ക് സൂക്ഷിച്ചായിരുന്നു. ഇതിനെപ്പറ്റി സ്യോജന അറിയത്തില്ലായിരുന്നു. ഇവർ തമ്മിലുള്ള എല്ലാ കോൺവെർസേഷനും ഇവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു സാധനം ഇവളെ എടുത്ത് കാണിക്കുകയാണ്. 200 ബില്യൺ വോൺ ഇവന് കൊടുത്തില്ലെങ്കിൽ ഈ സത്യങ്ങളൊക്കെ ജെയിംസിനെ കാണിക്കും എന്ന് പറഞ്ഞ് ഇവൻ പോവാണ്. സ്യോജൻ ഈ ഒരു ഡീലിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഡാൻറ്റി കുളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുമ്പം ആ ഒരു ഭിത്തിയിൽ മൊത്തം ഇവരെ വാണ്ടഡ് ആയിട്ടുള്ള ഒരു നോട്ടീസ് ഉണ്ടായിരുന്നല്ലോ, അതിങ്ങനെ ഒട്ടിച്ച് വെക്കാണ്. അപ്പൊ ഇവന്റെ മുമ്പിലേക്ക് നമ്മുടെ മിസ്റ്റർ ബേക്ക് വരാണ്. ഡാൻറ്റി ഒരു കൊലപാതകയാണെന്ന് ജെയിംസിലെ അറിയിക്കാതിരിക്കണമെങ്കിൽ 200 ബില്യൺ വോൺ ഇവൻ കൊടുക്കണമെന്ന് മിസ്റ്റർ ബേക്ക് ഡാൻറ്റിയോട് പറയാണ്. ഡാൻറ്റി ഇത് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പൊ സ്യോജൻ ആ ഒരു ഡീല് സമ്മതിച്ചെന്ന് ഇവൻ ഇയാളെ അറിയിക്കാണ്. ഡാൻറ്റിക്ക് മനസ്സിലായി മിസ്റ്റർ ബേക്കിന്റെ കയ്യിൽ സ്യോജനെ കൊടുക്കാനുള്ള തെളിവുണ്ടെന്ന്. ഇവൻ മിസ്റ്റർ ബേക്കിന്റെ ഡീലിന് സമ്മതിക്കുന്നുണ്ട്. കൂടാതെ സ്യോജനെതിരെയുള്ള ആ ഒരു തെളിവ് നിന്റെ കയ്യിൽ തരാണെങ്കിൽ എക്സ്ട്രാ ഒരു 300 ബില്യൺ ബോണും കൂടി നിന്റെ കയ്യിലേക്ക് ഞാൻ തന്നേക്കാം. അങ്ങനെ ആ ഒരു ഡീലൊക്കെ സംബന്ധിച്ച് നമ്മുടെ മിസ്റ്റർ ബേക്ക് പോവാണ് കേട്ടോ. ശരിക്കും ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇവനാണെങ്കിൽ ലോകനെയൊക്കെ ചതിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചിപ്പ് മുറിച്ച് മാറ്റാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇവന്റെ അടുത്തേക്ക് മിസ്സിസ് ക്യാങ് വരുന്നത് കേട്ടോ. അപ്പൊ ഇവർക്ക് അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ ഇവനെ സൂക്ഷ്മമായിട്ട് ഇവരെ നിരീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളെ ചതിച്ച് അത്ര പെട്ടെന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മിസ്സിസ് ക്യാങ് അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ റോനയെ മിസ്സിസ് ക്യാങ് ഡോങ്പിൾ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഡോങ്പിളാണെങ്കിൽ അവൻ ചെയ്ത ആ ഒരു തെറ്റുകളൊക്കെ റോനയുടെ മുമ്പിൽ സമ്മതിക്കുകയാണ്. ഇവനായിരുന്നല്ലോ യൂൻഹയുടെ ആ ഒരു ബോഡി ആ ഒരു നദിയിൽ കൊണ്ടെറിഞ്ഞത്. ഇതെല്ലാം കേട്ട് റോനാകെ തകർന്നു പോവാണ്. ഇവളോട് ദേഷ്യപ്പെട്ട് ഇവൾ അവിടുന്ന് പോവാണ്. അപ്പൊ ഒരുപാട് വട്ടം ജേനി ഇവളുടെ ഫോണിലേക്ക് വിളിക്കുന്നെങ്കിലും ഇവൾ എടുക്കുന്നില്ല. അപ്പൊ മിസ്സിസ് ക്യാങ് ജേനിയോട് പറയുന്നുണ്ട്, നമ്മൾ തിരികെ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്, ഡോങ്പിലായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ. അപ്പൊ റോന ഒറ്റയ്ക്കാവില്ലേ, അവൾക്ക് ആര് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ജേനി ചോദിക്കുമ്പം അവള് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും എന്നും ഞാൻ അവൾക്ക് അമ്മയെ പോലെ തന്നെ ആയിരിക്കും എന്ന് മിസ്സിസ് ക്യാങ് പറഞ്ഞ് അവിടെ നാളെ സങ്കടത്തോടെ പോവാണ്. സൂര്യനാണെങ്കിൽ കെങ്ങിനെ കാണാൻ വരികയാണ്. പക്ഷേ അവൾ വാതിൽ തുറക്കുന്നില്ല കേട്ടോ. ഒരുപക്ഷെ കെങ് അവിടെ ഉണ്ടാവില്ല എന്ന് ഹൂൻ പറയാണ്.
പക്ഷേ ആ ഒരു വാതിലിനപ്പുറം തന്നെ നമ്മുടെ കെങ് ഇരിപ്പുണ്ടായിരുന്നു. ഇവക്ക് സൂര്യനെ ഫേസ് ചെയ്യാൻ സാധിക്കില്ല, അത്രയേറെ ക്രൂരതകൾ ഇവള് സൂര്യനോട് ചെയ്തിട്ടുണ്ടല്ലോ. സൂര്യനാണെങ്കിൽ ഒരു പേപ്പർ ആ ഒരു വാതിലിന്റെ ഇടവിലൂടെ അകത്തോട്ട് വെക്കുന്നുണ്ട്. ഇത് കെങ് എടുക്കാണ്. ഇതിൽ ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോ ആയിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ മോളെ എന്നായിരുന്നു സൂര്യൻ അതിൽ എഴുതിയിരുന്നത്. ഇതുകൊണ്ട് കണ്ട് കെങ് ആകെ വിഷമിക്കുകയാണ്. 3 ദിവസം മാത്രമേ ഈ ഒരു പണം കൊടുക്കാനായിട്ട് സ്യോജിനും അതുപോലെ ഡാൻറ്റിക്കും ഒരു മിസ്റ്റർ ബേക്ക് സമയം കൊടുത്തിട്ടുള്ളൂ. ഇത്രയും വലിയൊരു തുക ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കുന്നത് പാടാണല്ലോ. അപ്പോൾ സ്യോജിൻ ആ ഒരു കാര്യത്തിൽ ടെൻഷനോടെ നിൽക്കുകയാണ്. അപ്പോൾ എംബിയോൾ അവരോട് ചോദിക്കണം, എന്ത് പറ്റി അമ്മ എന്താ ഇത്ര ടെൻഷനോടെ നിൽക്കുന്നേ? ഇന്നലെ നടന്ന ആ ഒരു സംഭവം കൊണ്ടാണോ? ഇല്ല മോളെ, ഞാൻ ഓക്കെയാ, നീ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് എംബിയോളിനെ അവിടുത്തെ പറഞ്ഞിടാണ്. അപ്പൊ സ്യോജിന് നന്നായി അറിയാം എത്രയും പെട്ടെന്ന് ആ ഒരു ഡാൻറ്റിയെ തീർത്തേ പറ്റൂ, ഇല്ലെങ്കിൽ അതിന്റെ മകൾക്ക് നല്ലതായിരിക്കില്ല. ഇവിടെ ഡാൻറ്റിയും സ്യോജിനെതിരെയുള്ള പ്ലാനുകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ബേക്കിന്റെ കയ്യിൽ നിന്ന് ആ ഒരു തെളിവ് കിട്ടിയിട്ട് വേണം സ്യോജിനെ ഒതുക്കാൻ വേണ്ടി. അപ്പം ഇവൻ മിസ്റ്റർ ബേക്കിന് കൊടുക്കാനായിട്ട് സമ്മതിച്ചിരിക്കുന്നത് 500 ബില്യൺ ബോണാണ് കേട്ടോ. ഈ ഒരു തുക 3 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിക്കണമല്ലോ. ഇവനെ പറ്റി ഇത്രയും വലിയൊരു റൂമർ പടർന്നിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഈ ഒരു തുക ഇവൻ ട്രാൻസാക്ഷൻ ചെയ്യുവാണെങ്കിൽ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ 500 ബില്യൺ ബോണ് ലീഡ് അക്കൗണ്ടിലേക്ക് ഇവർ ഇടാണ്. ഇവർ പറയുന്നതൊക്കെ നമ്മുടെ ഡോങ്പില് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഡോങ്പിലും മിസ്സിസ് ക്യാങ്ങിനും ചില മിഷൻസ് സൂര്യനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോങ്പിലിപ്പേ ലീയെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ലീ ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണ് കേട്ടോ. അവന്റെ വൈഫ് ഇപ്പൊ വീട്ടിലേക്ക് വരുന്നേ ഇല്ല. ഇവന് ഒരുപാട് തവണ അവളെ വിളിച്ചു നോക്കുന്നെങ്കിലും അവൾ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ അവനാകെ വിഷമത്തിരിക്കുകയാണ്. ഡോങ്പില് ഇവന് അടിപൊളി ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇവൻ ആദ്യം ഇതിനെ പുച്ഛിക്കാണ്, പക്ഷെ കഴിച്ചു നോക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. ഇന്നലെ ഉദ്ഘാടന സമയത്തുണ്ടായ ആ ഒരു ഇഷ്യൂസിനെ പറ്റിയൊക്കെ ഇവര് സംസാരിക്കുകയാണ്. ലേ ചോദിക്കുന്നുണ്ട്, ശരിക്കും ഡാൻറ്റി ആയിരിക്കുമോ ആ ഒരു ആക്സിഡന്റിന് പിന്നില്? ഈ സമയം ഡോങ്പിലാണെങ്കിൽ ആ ഒരു വാണ്ടഡ് നോട്ടീസ് ഉണ്ടല്ലോ, ഇത് ലേയെ കാണിക്കാണ്. ശരിക്കും നമ്മുടെ ഡാൻറ്റിയുടെ പേര് ബേഗ് ജൂൻകി എന്നാണ്. അന്ന് ഇവന്റെ കൂട്ടാനാന്ന് പറഞ്ഞ ഒരാൾ വന്നിരുന്നല്ലോ, മിസ്റ്റർ ബേക്ക്. അവനാണ് ശരിക്കുള്ള ഡാൻറ്റി. നമ്മുടെ ഡാൻറ്റി ഒരു കൊലപാതകയാണ് എന്നുള്ള കാര്യമൊക്കെ ഡോങ്പില് ലേയെ അറിയിക്കുകയാണ്. നമ്മുടെ മിസ്സിസ് ക്യാങ് പാലസിൽ ഒരു കുടുംബശ്രീ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കുടുംബശ്രീ അംഗങ്ങളോടൊക്കെ യൂൻഹയുടെ മരണത്തെ പറ്റി പറയാണ്. യൂൻഹയുടെ മരണത്തിന് ശേഷം അവളുടെ കയ്യിലുണ്ടായിരുന്ന $10 ബില്യൺ കാണാതെയായി. അവളെ ആരോ കൊന്നതാണ്. ആ ഒരാള് നമ്മുടെ ഹെരാ പാലസിൽ തന്നെ ഉണ്ട്. അവളുടെ മരണത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ, സ്യോജിനാണ് അവളെ കൊന്നത് എന്നുള്ള റൂമറൊക്കെ ഇവിടെ പടരുന്നുണ്ട് എന്നൊക്കെ മിസ്സിസ് ക്യാങ് ഇവരോട് സംസാരിച്ചിരിക്കും. അപ്പൊ ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ സ്യോജിൻ അങ്ങോട്ടേക്ക് വരുന്നത്. സ്യോജിനാണെങ്കിൽ മിസ്സിസ് ക്യാങ്ങിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കിയ നിനക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യും. മിസ്റ്റർ ബേക്ക് പറഞ്ഞ ആ ഒരു ദിവസമാണിന്ന്. സ്യോജിൻ പണമായിട്ട് മിസ്റ്റർ ബേക്കിന്റെ അടുത്ത് എത്തിയേക്കാണ്. ഇവള് പണം കൊടുത്തിട്ട് മിസ്റ്റർ ബേക്കിന്റെ കയ്യിൽ നിന്ന് ആ ഒരു റെക്കോർഡർ വാങ്ങാണ് കേട്ടോ. മിസ്റ്റർ ബേക്ക് ആണെങ്കിൽ ഇപ്പൊ ഒരു ബോട്ടിൽ കയറാണ്. അവൻ വിളിച്ച് പറയുന്നുണ്ട് ആ ഒരു റെക്കോർഡറിൽ വേറൊരു വോയിസ് നോട്ട് കൂടെ ഉണ്ട്, നിങ്ങളത് കേട്ട് നോക്കണേ. അപ്പൊ സ്യോജിൻ ആ ഒരു വോയിസ് കേൾക്കുമ്പം ഇത് ഇവനും അതുപോലെ ഡാൻറ്റി ആയിട്ടുള്ള സംഭാഷണമായിരുന്നു. ഡാൻറ്റി ചോദിച്ചായിരുന്നല്ലോ സ്യോജിനെതിരെയുള്ള ആ ഒരു തെളിവ് എനിക്ക് തരണമെന്ന്. ആ ഒരു വോയിസ് നോട്ടായിരുന്നു അതിലുണ്ടായിരുന്നത്. മിസ്റ്റർ ബേക്കിന് കൊടുക്കാൻ വേണ്ടി ഡാൻറ്റിയൊക്കെ ലീഡ് അക്കൗണ്ടിലോട്ടായിരുന്നല്ലോ ആ ഒരു 500 ബില്യൺ ഇട്ടിരുന്നത്. ഇപ്പൊ അത് കാണാതായിരിക്കുന്നു. സംശയം തോന്നിയ ഡാൻറ്റി ആണെങ്കിൽ ലീയുടെ വീട്ടിൽ വന്ന് നോക്കുമ്പം അവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ. കംപ്ലീറ്റ്ലി വീടൊഴിഞ്ഞ് പോയിരിക്കുകയാണ്. അതെ, ലീ ആ ഒരു പണവുമായിട്ട് മുങ്ങാണ് കേട്ടോ. അവന്റെ കൂടെ അവന്റെ വൈഫും അതുപോലെ മിൻഹയൊക്കെ ഉണ്ട്. ഇവരാണെങ്കിൽ വൈഫിനോട് പറഞ്ഞിരിക്കുന്നത് ഇവളെ വിഷമിപ്പിച്ചനൊക്കെ പരിഹാരമായിട്ട് ഒരു ട്രിപ്പിന് പോവാന്നാണ്. ഇവര് കൊറിയ വിടാണ് കേട്ടോ. ഡാൻറ്റിയുടെ കയ്യിൽ നിന്ന് ആ ഒരു 500 ബില്യൺ മോഷ്ടിച്ച കാര്യം ഇവൻ അവന്റെ വൈഫിനോട് പറയാണ്. അവർക്ക് സന്തോഷാവാണ്. ഈ ഒരു പണം ഇവന്റെ അക്കൗണ്ടിലേക്ക് ഡാൻറ്റി ട്രാൻസ്ഫർ ആക്കിയ കാര്യം ഇവനെ അറിയിച്ചത് മറ്റാരുമല്ല ഡോങ്പിലായിരുന്നു കേട്ടോ. ഇത്രയും വലിയൊരു തുക ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഇവൻ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഡാൻറ്റിക്കെതിരെ പോലീസ് നടപടി ഉണ്ടാവും. അതുകൊണ്ടാണ് കിട്ടത്തിലെ പണം ലീക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഈ ഒരു പണം ഇവൻ ലീഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്ത് കേട്ടോ. ഇപ്പൊ ആ ഒരു പണമായിട്ട് ലീ മുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഗായ്സ്, നമുക്ക് അടുത്ത പാട്ട് കാണാം കേട്ടോ. സ്റ്റേ ട്യൂൺ.